കാലത്ത് 4 മണി മുതൽ 8 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയുമുള്ള 8 മണിക്കൂറിനെയാണ് സാത്വിക് സമയം എന്ന് പറയുന്നത്. ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്നതായ ഒരാൾ, അയാളുടെ കുക്കിംഗാണ് സാധനം. അപ്പോൾ ഈ പ്രാണോർജം ബ്രഹ്മാണ്ടത്തിൻ്റെ സൗരോർജവുമായി കറക്റ്റ് മാച്ച് ചെയ്യിപ്പിക്കലാണ് ആരോഗ്യം. ദ ടൈം ഫോർ റെസ്റ്റ് ശരീരം പ്രഖ്യാപിച്ചതായ ടൈമത്തിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് റെസ്റ്റ് എടുത്തതുകൊണ്ട് ശരീരത്തിന് പരിപൂർണമായ റെസ്റ്റ് കിട്ടുകയില്ല. ഇതാണ് ഷുഗർ വരാനുള്ള ഏറ്റവും ബേസ്മെൻ്റ് ആയിട്ടുള്ളതായ കാരണം. കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല. ബ്രാഹ്മമുഹൂർത്തം. സ്വാമി, നമ്മളെല്ലാവരും നമസ്തേ, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക, പ്രഭാത കാലത്തിൽ തന്നെ ബാക്കിയുള്ള സാധനകളും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഉപാസനയുള്ള വ്യക്തി ആരും പറയാതെ ഇതെല്ലാം ചെയ്തു പോകും. ഉപാസന അല്ലെങ്കിൽ ഗുരുത്വം എന്ന തലങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നാളെ ചെയ്യാം എന്ന് പറഞ്ഞതിങ്ങനെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് വരുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? Okay, this is a very good question. Each and everybody, irrespective of caste, creed, religion, they need it. ഒന്ന്, നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 24 hours-ആണ്. ഈ 24 hours-നെ സാത്വിക് ടൈം, രാജസിക് ടൈം, താമസിക് ടൈം എന്ന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാലത്ത് 4 മണി മുതൽ 8 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയുമുള്ള 8 മണിക്കൂറിനെയാണ് സാത്വിക് സമയം എന്ന് പറയുക. ഈ സാത്വിക് സമയത്തിൽ എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്താലും അത് 100% ഔട്ട്പുട്ടായിട്ട് വരും. മാത്രമല്ല അത് ശരിയായ ആക്യുറസിയിൽ ചെയ്യാനായിട്ടും സാധിക്കും. ഇനി മോർണിംഗ് 8 o'clock മുതൽ വൈകുന്നേരം 4 മണി വരെ ഉള്ള 8 മണിക്കൂറാണ് രാജസിക് ടൈം. ഈ രാജസിക് ടൈമാണ് ഫാക്ടറിക്ക് പോവുക, ജോലിക്ക് പോവുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, കർമ്മനിരതരായിട്ട് തൻ്റെ രജോ ഗുണങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ചെയ്യാവുന്നതായ സമയം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ കാലത്ത് വെളിച്ചാകുമ്പോൾ തന്നെ എങ്ങനെ പറയുക എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ആഫ്റ്റർനൂൺ പറഞ്ഞോളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ രാജസിക് ടൈം ഇത് ഈ 4 മണിയോട് കൂടി തീരുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫാക്ടറീസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈവൻ സ്കൂൾസിൻ്റെ ഒക്കെ പ്രവർത്തനം വരുന്നത് അങ്ങനെയാണ്. പഴയ കാലത്ത് 7:30 മുതലായിരുന്നു സ്കൂൾ. അതെ. അപ്പോൾ 8 മണി മുതൽ 4 മണി വരെ എന്നുള്ള ആ സമയമാണ് ഇത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ശരീരത്തിലെ എൻസൈൻസ്, ശരീരത്തിലുള്ള നാഡികൾ ഇതെല്ലാം അതിശക്തമായിട്ട് ചാടിക്കളിച്ച് തയ്യാറായിരിക്കുന്ന സമയം കൂടിയാണത്. അതെ അതെ, മനസ്സിലായി. ഇനി ഈവനിങ് 4 to 8 സാത്വിക് ഇതായിട്ട് വീണ്ടും സാത്വിക്കിനെ പോയി 8 മുതൽ മോർണിംഗ് 4 വരെ ഇത് ടൈം താമസിക് ടൈമാണ്. ഈ വൈകുന്നേരം 8 മണി മുതൽ പുലർച്ചെ 4 മണി വരെയുള്ളതായ സമയം ഒരു ജീവന് പരിപൂർണമായ റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ഈ റെസ്റ്റ് എടുക്കുന്നതായ സമയത്തിൽ വ്യത്യാസം വരുത്തി 11:30 മണിയും 12 മണി വരെയൊക്കെ TV കാണൽ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കൽ, അല്ലെങ്കിൽ യാത്ര, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഒട്ടനവധി പ്രഷർ അല്ലെങ്കിൽ ഷുഗർ, മറ്റു കൊളസ്ട്രോള്, പലതരത്തിലുള്ള ശാരീരിക ക്ലേശങ്ങളിലേക്ക് വരികയാണ്. ബിക്കോസ് ദ ടൈം ഫോർ റെസ്റ്റ് ശരീരം പ്രഖ്യാപിച്ചതായ ടൈമത്തിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് റെസ്റ്റ് എടുത്തതുകൊണ്ട് ശരീരത്തിന് പരിപൂർണമായ റെസ്റ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് ഈ സമയനിഷ്ഠ, അതിനെയാണ് നമ്മൾ സാധനയിൽ ആക്യുറസി എന്ന് പറയുക. കൃത്യത. അത് ഇന്ന സമയത്ത് ഇത്ര സമയം ഇന്ന കാര്യത്തിന് എന്ന് നിശ്ചയപ്രകാരം ഒരു സമയം വെച്ചാൽ അത് തന്നെ ഫോളോ ചെയ്യണം. ഇപ്പോൾ കാലത്ത് 6:30 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നുള്ളതായ ഒരു കുട്ടി ആ 6:30 മണിക്ക് തന്നെ തൻ്റെ സമയനിഷ്ഠയിൽ എണീറ്റിരിക്കണം. ഇപ്പോൾ നമുക്കൊക്കെ, നമ്മളെല്ലാവരും ജോലി ചെയ്തിട്ടുള്ളവരാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റാണ് ജോലി ചെയ്തതെങ്കിൽ ആ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തതായ ആ ഉറക്കത്തെ 2 ദിവസം ഉറങ്ങിയാലേ തീരുകയുള്ളൂ. അതെ അതെ അതെ, ഈസ് ഇറ്റ് ക്ലിയർ? അതെ. അത് എന്താ കാരണം വെച്ചാൽ ശരീരം എന്താണോ പ്രഖ്യാപിക്കുന്നത്, ശരീരത്തിൻ്റെ ക്രിയാകാണ്ഡത്തിൽ പ്രാണന്മാരും മറ്റും ഇന്ദ്രിയങ്ങളും റെസ്റ്റ് എടുക്കേണ്ടതായ ആ സമയത്ത് നിങ്ങൾ അവയെ ബലം പിടിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഇതാണ്
ഷുഗർ വരാനുള്ള ഏറ്റവും ബേസ്മെൻ്റ് ആയിട്ടുള്ളതായ കാരണം. കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല. മനസ്സിലായോ? സ്വാമി അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ സമയനിഷ്ഠ പരിപാലിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ ഉപാസനാ കാണ്ഡത്തിൽ എന്തോ ആയിക്കോട്ടെ, സപ്പോസ് എനിക്ക് റാങ്ക് കിട്ടണം എന്ന് പറഞ്ഞ് പഠിക്കുന്നതായ ഒരു കുട്ടിയുടെ ഉപാസന റാങ്കാണ്. അതെ അതെ. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നതായ ഒരാളുടെ ആ കൃത്യനിഷ്ഠ എന്നത് തൻ്റെ യാത്രക്കാരൻ്റെ ശരീരത്തിന് ഒരു ക്ലേശവും കൊടുക്കാതെ അവിടെ കൊണ്ട് എത്തിക്കുക എന്നതാണ്. അപ്പോൾ പരബ്രഹ്മജ്ഞാനിയായിട്ടുള്ളതായ സന്യാസി ശ്രേഷ്ഠന്മാർക്കും ബ്രഹ്മചാരികൾക്കും തിരുമേനിമാർക്കും ശാന്തിക്കാർക്കും തന്ത്രിമാർക്കും എല്ലാം അവരവരുടെ ഗായത്രി മന്ത്രം, സന്ധ്യാവന്ദനം, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ഉപാസനയിലെ കൃത്യനിഷ്ഠത. അതെ. ഇതുപോലെ തന്നെ ഏതേത് മാർഗങ്ങൾ യഥാമാം പ്രപദ്യന്തെ താം തദൈവ ഭജാമ്യഹം എന്ന കണക്കിൽ ഏതേത് മേഖലകളിൽ ഏതേത് ഡിവിഷനിൽ ഏതേത് തരത്തിലുള്ളതായ ജോലിയാണോ അവർ ചെയ്യുന്നത് അതെല്ലാം പരിപൂർണമായി 100% ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് സാധന എന്ന് പറയുക. അതെ. ദൈവസാധന മാത്രം സാധനയല്ല. ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്നതായ ഒരാൾ, അയാളുടെ കുക്കിങ്ങാണ് സാധന. അതെ അതെ. അപ്പോൾ ഇതുകൊണ്ട് ഇതിൽ ബേസ്മെൻറ്റ് സമയനിഷ്ഠതയാണ്. ആ സമയനിഷ്ഠതയും പിന്നെ ശരീരത്തിൻ്റെ അവസ്ഥ അത് നോക്കണം. അതെ. ശരീരത്തിന് ക്ലേശം കൊടുത്തുകൊണ്ട് ഒരു സാധനയും ചെയ്യാൻ പാടില്ല എന്നാണ്. ശരിയാണ് സ്വാമി. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഈ പ്രാപഞ്ചിക ഊർജവും പ്രാണോർജവും തമ്മിൽ കണക്റ്റഡ് അല്ലേ? അതെ. അപ്പോൾ ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ളതായ ഗ്രഹങ്ങളും സൂര്യൻ്റെ മറ്റു ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഉൽക്കകൾ മറ്റു എല്ലാവരുടെയും അന്തരീക്ഷത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ളതായ പ്ലാനറ്ററി അല്ലെങ്കിൽ സ്റ്റാർസ് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഊർജത്തെയാണ് സൗരോർജം എന്ന് പറയുക. അതെ. അത് ഏത് തരത്തിലാകാം. ഇപ്പോൾ റോസാ ചെടിയുണ്ട്. ആ റോസാ ചെടിയുടെ മുള്ള് നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ കൈ മുറിയുന്നു. അത് അതിൽ മുള്ളിൽ ഊർജ്ജം ഉള്ളത് കൊണ്ടാണ്. ശരി. ഒരു കല്ലെടുത്ത് ഒരാളെ എറിഞ്ഞാൽ ആ കല്ലിലൊരു ഊർജ്ജം ഉള്ളത് കൊണ്ടാണ് അത് പരിക്കേൽപ്പിക്കുന്നത്. ആ കല്ലിലൊരു ഊർജ്ജമുണ്ട്, പ്ലസ് എറിയാൻ ഉപയോഗിച്ച അപ്ലൈഡ് ഊർജ്ജമുണ്ട്. അതെ. മനസ്സിലായി. എന്നാൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രക്രിയകളിൽ 6 ആധാര ചക്രങ്ങളും അസംഖ്യം, അതായത് 101 ഗുണിക്കണം 72,000 ഗുണിക്കണം 100 ഇത്രയും ശാഖോപശാഖകളായി കിടക്കുന്ന നാഡീഞരമ്പുകളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്ന 5 പ്രധാന പ്രാണന്മാരെയും കൃകരൻ, കൂർമൻ, നാഗൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്ന 5 ഉപപ്രാണന്മാരെയും ചേർത്ത് 10 പ്രാണന്മാർ ഒന്നിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ശരീരം 10 ഇന്ദ്രിയങ്ങളുമായി ചേർന്നുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തെയാണ് പ്രാണ ഊർജം എന്ന് പറയുക. അപ്പോൾ ഈ പ്രാണ ഊർജം ബ്രഹ്മാണ്ടത്തിൻ്റെ സൗരോർജവുമായി കറക്റ്റ് മാച്ച് ചെയ്യിപ്പിക്കലാണ് ആരോഗ്യം. വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശകലനമാണ് സ്വാമി തന്നത്.